ഹലോ ഗൈസ്, ചെമ്മനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രവി പറയുവാണ്, നമ്മുടെ സുധി 12ാമത്തെ മാസമൊക്കെ ആയപ്പോൾ ഉണ്ടായി എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് സച്ചി പെട്ടെന്ന് പറയും, 12ാമത്തെ മാസം പിള്ളേരുണ്ടാവുമോ? എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ അച്ഛൻ ഉണ്ടാവുന്നത്? എല്ലാവർക്കും കല്യാണം കഴിയുമ്പോൾ 12ാമത്തെ മാസം ഉണ്ടാവുമോ എന്നിങ്ങനെ ടെൻഷൻ അടിച്ച് ചോദിക്കുവാണ് കേട്ടോ. ഇത് കേൾക്കുന്ന രേവതി പറയുവാണ്, നിങ്ങൾക്ക് ഓട്ടം ഉണ്ടെന്നല്ലേ പറഞ്ഞു, വാ പോവാം, കുളിക്കണ്ടേ എന്നൊക്കെ ചോദിച്ച് അവിടുന്ന് പിടിച്ചു മാറ്റാൻ തുടങ്ങുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും വീണ്ടും സച്ചി എല്ലാവർക്കും ഉണ്ടോ വച്ച പറ വച്ചാന്ന് പറഞ്ഞ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് എല്ലാം കൂടെ നടക്കുവാണ്. ആ സമയത്ത് നമ്മുടെ സുധീയുടെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാടാ 12ാമത്തെ മാസം ഉണ്ടായത്, കാശടിച്ചുകൊണ്ട് പോകാനോ എന്നിങ്ങനെ പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നിനക്ക് പണിക്കൊന്നും പോകണ്ടേന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയാണ്, ഞാൻ പൊക്കോളാം എന്ന് പറയുമ്പോൾ അച്ഛൻ പറയടാ ചെല്ലടാ ചെന്ന് കുളിച്ച് പോകാമെന്ന് പറയുമ്പോഴത്തേക്കും സച്ചി അടുക്കളയുടെ അങ്ങോട്ട് ഓടുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എടാ നീ അടുക്കളയുടെ അങ്ങോട്ടാണ് പോകുന്നത്, കുളിക്കാൻ വാഷ്റൂമിലോട്ടല്ലേ പോകണ്ടേ, മുകളിലോട്ട് പോകുമെന്ന് പറയുമ്പോഴത്തേക്കും മുകളിലോട്ട് പോകാൻ വേണ്ടി തുടങ്ങുവാണ്. ആ സമയത്ത് നമ്മുടെ ശ്രുതി ഇങ്ങനെ സ്റ്റെയർ കേസിന് അവിടെ നിൽക്കുമ്പോഴത്തേക്കും ശ്രുതിയോട് പറയുന്നുണ്ട്, എടാ 12ാം മാസം നിൻ്റെ ഭാര്യയോട് മാറി നിൽക്കാൻ മറ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സച്ചി നേരെ കുളിക്കാൻ വേണ്ടി പോവാണ്. അത് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും പോയി കഴിയുമ്പോഴേക്കും ചന്ദ്ര ശ്രുതിയോട് പറയുക, മോളെ നീ എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിന് ജന്മം നൽകണം, വെച്ച് താമസിപ്പിക്കരുത്. ശ്രുതി പലതും പറയും, നീ രേവതിക്ക് മുമ്പ് ഒരു കുഞ്ഞിന് ജന്മം നൽകണം എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ശരി ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പോവാണ്. എന്നിട്ട് കുളിച്ചിട്ട് വന്നിട്ട് നമ്മൾ സച്ചി ഇങ്ങനെ നാണം കുണിങ്ങി ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തിങ്ങനെ നിൽക്കുവാണ് കേട്ടോ. ആ സമയത്ത് രേവതി മുറിയിലോട്ട് വരുന്നത്. പെട്ടെന്ന് രേവതിയെ കാണുമ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ മേലൊക്കെ മറയ്ക്കുവാണ് കേട്ടോ, നാണം വരുവാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഡ്രസ്സ് എടുക്കുമായിരുന്നു രേവതി എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് രേവതി പറയുന്നുണ്ട്, അതല്ലേ ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട്, ഇത് പാൻറ്റും ഷർട്ടൊക്കെ അല്ലേ, ഇതൊന്നും ഞാനങ്ങനെ ഇടാറില്ല, ഓട്ടം പോകുമ്പം ഇതൊക്കെ ജീൻസൊന്നും ഞാനങ്ങനെ ഇട്ടിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, അതിന് ഇന്ന ജോലി ചെയ്യുന്നവർക്കേ ഇന്ന ഡ്രസ്സ് ഇടാവുള്ളൂ, നന്നായി പോകാവുള്ളൂ എന്നൊന്നുമില്ല, എല്ലാവരും നന്നായിട്ട് ഡ്രസ്സ് ധരിച്ച് തന്നെ പോവാം എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സച്ചി പറയുകയാണ്, ഇതൊക്കെ എനിക്ക് സെറ്റാവുമോ എന്ന് ചോദിക്കുമ്പോൾ സെറ്റാവും, നിങ്ങൾ ഇട് എന്ന് പറയുവാണ് കേട്ടോ. അങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് രേവതി കൈയൊക്കെ ഷർട്ടിന് മടക്കി വെക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ പറയുകയാണ്, ഇൻഷർട്ട് ചെയ്യാൻ പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സച്ചി പറയും, അതൊന്നും എനിക്ക് ചേരുവരാ, ഇത് തന്നെ ഇപ്പോൾ സെയിൽസ്മാനോട് എനിക്ക് ചേരുന്ന പറഞ്ഞ് എടുത്തു തരാൻ പറഞ്ഞപ്പോൾ പുള്ളി എടുത്തെന്നാൽ, അല്ലാതെ ഞാനിതൊന്നും മേടിക്കാറ് പോലും ഇല്ല എന്ന് പറയണം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയും, ഞാൻ ഇൻസേർട്ട് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും വേണ്ട ഞാൻ ഇൻസേർട്ട് ചെയ്ത് വന്നോളാം എന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും സച്ചി ഇൻസേർട്ടൊക്കെ ചെയ്ത് താഴോട്ട് വരുമ്പോഴത്തേക്കും രേവതിക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ ഇത് കാണുമ്പം. പക്ഷേ നമ്മുടെ ശ്രുതിയും താഴെ ഇരിപ്പുണ്ട്. അവരിങ്ങനെ കളിയാക്കി ചിരിക്കുവാണ് പരസ്പരം പറഞ്ഞ്. നമ്മുടെ ചന്ദ്ര ഇതെല്ലാം കണ്ടിട്ട് ഇനി ഇതെന്ത് പേക്കൂത്താന്നുള്ള രീതിയിൽ അവിടെ നിൽക്കുവാണ് കേട്ടോ. അച്ഛനും ശ്രീകാന്തിനും ഇത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവാണ്. മോളെ പൊളി, അടിപൊളിയടാ, നീ പണ്ട് ചെറുപ്പത്തിൽ സ്കൂളിൽ ഇൻസേർട്ട് ചെയ്ത് പോകാൻ പറഞ്ഞപ്പോൾ പോകാതിരുന്നവനാ, ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, കല്യാണം കഴിഞ്ഞ് ഭാര്യ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലായി എന്ന് പറയുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മൾ ചന്ദ്ര സച്ചിനെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, അല്ല ഇൻസേർട്ട് ചെയ്തിട്ട് എന്താ കാര്യം, ഇത് വല്ല സർക്കസിൽ പേക്കൂത്ത് കാണിക്കാൻ വേണ്ടി പോകുന്ന പോലെ ഉണ്ടല്ലോ, ആൾക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടി ആയിരിക്കും എന്ന് പറയുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ശ്രുതി അത് ഏറ്റുപിടിക്കുവാണ് കേട്ടോ. അത് നേരാ, അതിനല്ലേ ഇവനെയൊക്കെ കൊള്ളുള്ളൂ, അല്ലാണ്ട് ഇവനൊക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുവാണ് കേട്ടോ. ഇതെല്ലാം കേൾക്കുന്ന രേവതിക്ക് ദേഷ്യം വന്നിട്ട് രേവതി തിരിച്ച് നമ്മുടെ ശ്രുതിയോട് ചോദിക്കുവാണ്, അതെന്താ നല്ല ഡ്രസ്സ് നിങ്ങൾക്ക് മാത്രമേ ഇട്ടിട്ട് പോകാൻ പാടുള്ളൂ, ഇൻസേർട്ട് ചെയ്ത് സച്ചേട്ടൻ പോയാൽ എന്താ കുഴപ്പമെന്നുള്ള രീതിയിൽ ചോദിക്കുവാണ്. ഇത് കേൾക്കുന്ന ശ്രുതിക്കും ഒന്നും മിണ്ടാനില്ല കേട്ടോ. അവർക്ക് അടി കിട്ടിയ ആവുകയാണ്, അവരിങ്ങനെ മിണ്ടാണ്ടിരിക്കുവാണ്. ആ സമയത്ത് ശ്രീകാന്തും അച്ഛനും പറയുന്നുണ്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മോനെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് നമ്മുടെ ശ്രുതിയോട്, ഏട്ടാ ഇങ്ങനെയൊന്നും പറയരുത്, ഡ്രസ്സൊക്കെ ഓരോരുത്തരുടെ ചോയ്സാന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി ഇങ്ങനെ അവരെ കളിയാക്കിയ രീതിയിൽ ഇങ്ങനെ കൈ കൂപ്പി കാണിക്കുവാണ്. ഇതെല്ലാം കണ്ട് സച്ചി അങ്ങ് എന്നിട്ട് പറയാണ്, എടാ 12ാം മാസം നിനക്കെന്താ കുഴപ്പം, ഞാനേ ഡ്രസ്സ് മേടിച്ചിടുന്നുണ്ടെങ്കിൽ അത് എൻ്റെ സ്വന്തം കാശിനാണ്, അല്ലാതെ നിന്നെപ്പോലെ വെല്ലോറിയും കാശിനല്ല, അത് അടിച്ചുകൊണ്ട് പോയ കാശിനും അല്ലടാ എന്ന് പറയുവാണ് കേട്ടോ. എന്താ ഇത് കേട്ടിട്ട് നിനക്ക് ചിരി വരുന്നില്ലടാ, ചിരിക്കടാന്ന് പറയുവാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് അടി കൊണ്ടുപോലെ ആവുകയാണ് കേട്ടോ. ശ്രുതി ആകെ നാണം കെട്ടിരിക്കുവാണ്. അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്, സാരമില്ലടാ പോട്ടെ, നീ വർക്കിന് പോകാൻ നോക്കുമെന്ന് പറയുവാണ് കേട്ടോ. അത്രയും നേരം ചിരിച്ചുകൊണ്ടിരുന്ന ചന്ദ്രയ്ക്കും അടി കിട്ടുപോലെ ആവുകയാണ്, ഒരു വഹം മിണ്ടാണ്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സുച്ചി വീണ്ടും പറയാണ്, എടാ ചിരിക്കടാ, നീ എന്താ ചിരിക്കാത്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയാം, എടാ മോനെ നീ ഇങ്ങനെ തിരിഞ്ഞ് നിന്നേ, അച്ഛമ്മയ്ക്കൊരു ഫോട്ടോ അയച്ചു കൊടുക്കട്ടെ, ഈ ഡ്രസ്സിൽ നിന്നെ കണ്ടാൽ ഭയങ്കര സന്തോഷമാവും അമ്മയ്ക്കെന്ന് പറയുവാണ് കേട്ടോ. അങ്ങനെ രവീന്ദ്രൻ ഫോണിൽ കുറേ ഫോട്ടോ ഒക്കെ കൊടുക്കുകയാണ്. സച്ചി അവിടെ നിന്ന് പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കാണുന്ന രേവതിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അത് കഴിയുമ്പോഴത്തേക്കും സച്ചി പെട്ടെന്ന് ഓടിപ്പോകാൻ വേണ്ടി തുടങ്ങുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ
രവി പറയുന്നുണ്ട് എന്തേലും കഴിച്ചിട്ട് പോവും സച്ചേട്ടാ, ഒന്നും കഴിക്കാതെ പോലെ വെറും വയറ്റിൽ പോയല്ലേ എന്ന് പറയുവാണ് കേട്ടോ. എന്നിട്ട് പറയണേ നിൽക്ക്, ഞാൻ വാരി തരാമെന്ന് പറഞ്ഞ് പൂരി മസാല വാരി കൊടുക്കുവാണ് കേട്ടോ. വാരി കൊടുക്കുമ്പോഴത്തേക്കും സച്ചി പറയുകയാണ്, ഇന്ന് കൊള്ളാമല്ലോ, സൂപ്പർ ടേസ്റ്റ് ആണല്ലോ, ഇങ്ങനെ ഞാൻ തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുവാണ്. അപ്പോഴത്തേക്കും രേവതി അച്ഛനോടും ശ്രീകാന്തിനോടും പറയാം, നിങ്ങളെന്താ നോക്കി നിൽക്കുന്നത്, ഇരിക്കുക, ഞാൻ വിളമ്പാന്ന് പറഞ്ഞ് അവർക്കൂടെ വിളമ്പി കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ അവർ 3 പേരും കഴിക്കുവാണ്. ഫുഡ് നല്ല സൂപ്പറാന്ന് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ സുധി അവിടെ നിന്ന് പെട്ടെന്ന് കൊതി മൂത്തിട്ട് പറയാം, എന്നാൽ ഞാനും പൂരി മസാല കഴിക്കാം, സൂപ്പറല്ലേ എന്ന് പറഞ്ഞ് എഴുന്നേക്കുവാണ് കേട്ടോ. ശ്രുതി എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട്, അതിന് നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമോ, നീ നിൻ്റെ ഭാര്യ പറയുന്ന പോലെ എന്തോ ഒരു ജ്യൂസ് ABCDയോ EFGയോ അങ്ങനെ എന്തോ അല്ലേടാ നീ കുടിക്കുന്നതെന്ന് ചോദിക്കുവാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ശ്രീകാന്തിനൊക്കെ ചിരി വരുന്നുണ്ട്, പക്ഷെ അവരൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അതെന്ത് ജ്യൂസായിരുന്നോ ശ്രീകാന്തേ എന്ന് സച്ചി വീണ്ടും ചോദിക്കുവാണ്. ABC ജ്യൂസ്. നിനക്കെന്തോ ഡിറ്റി വരും, ഇതൊക്കെ കഴിച്ചായിരുന്നല്ലേ നിൻ്റെ ഭാര്യ പറയുന്നത്. അതെന്ത് ഡിറ്റി ആയിരുന്നടാ ശ്രീകാന്തേ എന്ന് ഇങ്ങനെ കളിയാക്കി ചോദിക്കുവാണ് കേട്ടോ. അസിഡിറ്റി. അത് തന്നെ, അപ്പം നീ കഴിക്കണ്ട, നീ ഭാര്യ പറയുന്നത് കേട്ട് ജ്യൂസൊക്കെ കുടിച്ചാൽ മതി എന്ന് പറയുവാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് അടി കിട്ടിയ പോലെ ആവുകയാണ്. പിന്നെയും ചമ്മിയിട്ട് അവിടെ പോയി ഇരിക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് ഇവരെല്ലാം കഴിക്കുന്നുണ്ട്. അവിടെ നോക്കി വായിൽ വെള്ളം ഇറക്കി നിൽക്കുവാണ് കേട്ടോ നമ്മുടെ ശ്രുതി. അത് കഴിയുമ്പോഴത്തേക്കും ഇവർ കഴിച്ചിട്ട് എല്ലാവരും എഴുന്നേൽക്കുവാണ്. നമ്മുടെ സച്ചി വെളിലോട്ട് ഇറങ്ങി പോകാനും തുടങ്ങുവാണ് കേട്ടോ. പുറകെ രേവതിയും ചെല്ലുന്നുണ്ട് സച്ചിയെ യാത്രയാക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ചന്ദ്ര പറയുകയാണ്, എടാ അവരൊക്കെ അങ്ങനെ പലതും പറയും, എൻ്റെ മോൻ വന്നിരുന്ന് കഴിക്കുമെന്ന് പറഞ്ഞ് സുധീനെ വിളിച്ചിരുത്തുവാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി. സുധിയോട് പറയുമ്പോൾ മോളെ കഴിക്കാം, എന്നും എങ്ങനെ ജ്യൂസ് കുടിക്കുന്നതെന്ന് പറഞ്ഞ് അവരോടും ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കാൻ പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ശ്രീകാന്ത് അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇന്ന് യൂണിയൻ ഓഫീസിൽ പോകേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പം സച്ചി പറയുന്നുണ്ട്, ഞാൻ വരണോ അച്ഛാ, വേണ്ട ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് അവരവിടുന്ന് എല്ലാവരും പിരിയുവാണ് കേട്ടോ. അങ്ങനെ ഫ്രണ്ടിലെത്തുമ്പോൾ വണ്ടിക്കകത്ത് കയറാൻ തുടങ്ങുന്ന സച്ചിക്ക് നമ്മുടെ രേവതി ടാറ്റ കൊടുക്കുവാണ്. അങ്ങനെ തിരിഞ്ഞ് നിന്ന് രേവതിയെ നോക്കാൻ നേരത്തെ രേവതി ഇങ്ങനെ കൈ വീശുന്ന കാണുമ്പോൾ സച്ചി തിരിച്ച് ഓടി വരുവാണ്. നീ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞതെന്ന് എനിക്ക് പറയും. ഞാൻ വരാനല്ല പറഞ്ഞത്, ഞാൻ ടാറ്റയാണ് പറഞ്ഞതെന്ന് പറയുമ്പം സച്ചി പറയുന്നുണ്ട്, അത് പിള്ളേരൊക്കെ സ്കൂളിൽ പോകുമ്പോഴല്ലേ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനോടും പറയാം, ഭർത്താവിന് തിരിച്ച് ഭാര്യയോടും പറയാമെന്ന് പറയുവാണ് കേട്ടോ. എന്നിട്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ആ സമയത്ത് ഇതെല്ലാം കണ്ട ചന്ദ്ര ശ്രുതിയോട് പറയുവാണ്, ഇതൊന്നും ഒരുപാട് കാലം നിൽക്കുകയല്ല, അവനെ മാറ്റിയെടുക്കാൻ പയ്യെ എന്നൊക്കെ ഓരോരുത്തരുടെ ചിന്ത, അവൻ്റെ സ്വഭാവം എനിക്ക് അറിയാൻ പാടില്ലേ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കി പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയുകയാണ്, ഒരു ഫോട്ടോ എടുക്കുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സച്ചി പറയാം, അതിനെന്താ നിൻ്റെ ഫോട്ടോ എടുക്കാമല്ലോ ഇങ്ങനെ നിൽക്കുന്നു പറയുമ്പോഴത്തേക്കും രേവതി പറയാം, എൻ്റെ ഫോട്ടോ അല്ല, നമ്മൾ ഒരുമിച്ച് ഇതുവരെ ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ലല്ലോ, ഒരു ഫോട്ടോ എടുക്കുമോ, ഒരു സെൽഫി എടുക്കുമോ എന്ന് ചോദിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവർ ഒരുമിച്ച് നിന്ന് സെൽഫി എടുക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.